ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. യൂറോ 2 മോഡൽ വണ്ടിയാണ്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ്, ഗിയറിൽ നിർത്തുമ്പോൾ ചെയിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് വ്യത്യാസം പോലെ പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡും ഗിയറൊക്കെ ഇടണ സമയത്ത് ടൈറ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ തേർഡ് ഗിയറിന് സൗണ്ടൊക്കെ ഉണ്ടെന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, ചെയ്യണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള ദിവസം നോക്കി വയ്ക്കുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്, കുറച്ചും കൂടി ഉണ്ട്, അത് ഉപയോഗിച്ച് തീർക്കാം. പിന്നെ അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. വീൽ ബെയറിങ് ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ പ്ലേ കാണിക്കുകയാണെങ്കിൽ അടുത്തിൽ മാറ്റിക്കളയാം. ചെയിൻ നല്ല ലൂസ് ഉണ്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും ഈ ഹോൾഡറും കൂടി മാറ്റിക്കളയാം, ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എന്തായാലും ഈ കുറേ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കും പോയിട്ടുണ്ടാവും, കാർബറേറ്റർ വഴി ഹെഡിലേക്കും ചെന്നിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ കാർബറേറ്ററിൻ്റെ ഭാഗമൊന്നും ഇപ്പോൾ നമ്മൾ അഴിക്കണില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മളത് അഴിച്ച് ക്ലീൻ ചെയ്തൊരു പക്ഷേ ഓവർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ മാറ്റി കാർബറേറ്ററൊക്കെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. ഓൾറെഡി ഓവർഫ്ലോൻ്റെ ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗമൊന്നും അഴിക്കണില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ടയറായാലും മാക്സിമം തീർന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റിക്കളയാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ടയറാണ്, ചിലപ്പോൾ ഒരു പാളലൊക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്, സ്കിഡ് ചെയ്യാൻ സാധ്യതയുണ്ട്, ശ്രദ്ധയോടെ ഉപയോഗിക്കുക. പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഗിയറിൻ്റെ പ്രോബ്ലമൊക്കെ അനുഭവപ്പെടുന്നത് ക്ലച്ചിനകത്ത് കംപ്ലയിൻ്റ് ആയിട്ടാണ്. അത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് എന്താണ് പ്രോബ്ലം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഗിയറിൻ്റെ സെലക്ടർ ആമിൻ്റെ ഒരു സ്പ്രിങ്ങും വിത്ത് അതിൻ്റെ ലോഡ് ചെയ്യേണ്ട ഒരു ലിഫ്റ്റർ അസംബ്ലി ഉണ്ട്. 99% അതിൻ്റെ ആയിരിക്കാം കംപ്ലയിൻറ്റ്. അത് അഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അത് അഴിക്കണമെങ്കിൽ ക്ലച്ച് സൈഡ് ഫുള്ളായിട്ട് അഴിക്കണം, എന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് പറ്റിയതെന്നുള്ള കേസ്. പിന്നെ അത് കൂടാണ്ട് തേർഡ് ഗിയറിൻ്റെ വീല് കംപ്ലയിൻ്റ് ആയിട്ടൊരു മൂളിച്ച് സൗണ്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓൾറെഡി എഞ്ചിൻ അഴിക്കണ കൂട്ടത്തിലൊക്കെ ചെയ്യാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രണ്ട് കേസും നമ്മളോട് ചെയ്യണ്ട, വെറുതെ ഒന്ന് നോക്കിയാൽ മതി, എന്താണ് പ്രോബ്ലം എന്നുള്ള ദിവസം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗിയർ വീലിന് ഓൾറെഡി സൗണ്ട് ഉണ്ട്, അത് കൺഫേമാണ്. പക്ഷേ ഈ ഗിയർ ഫസ്റ്റ് സെക്കൻഡൊക്കെ ടൈറ്റ് കാണിക്കുന്നത് മറ്റേ സെലക്ടർ ഡമ്മിൻ്റെ ആയിരിക്കണം, ആ ലിഫ്റ്റ് അസംബ്ലിയുടെ ആവാനാണ് സാധ്യത. അഴിച്ച് നോക്കിയാലാണ് 100% നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രണ്ട് കേസും പെൻഡിങ് ആണ്, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ തൽക്കാലം നമ്മളത് പെൻഡിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലഗ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല, കമ്പനി പ്ലഗൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമായിട്ടില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക്. ഓക്കെ.